കോസ്റ്റൽ റെഗുലേഷൻ സോൺ CRZ അഥവാ തീരദേശ പരിപാലന നിയമം എന്താണെന്ന് നിങ്ങൾക്കറിയാം. 1991 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ അടിസ്ഥാനത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുകയുണ്ടായി. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം വേലിയേറ്റ സമയത്ത് വരുന്ന ആ ഒരു രേഖയിൽ നിന്നും 500 മീറ്ററോളം വരുന്ന പ്രദേശത്തെയാണ് നമ്മൾ തീരദേശ മേഖലയായി കണക്കാക്കപ്പെടുന്നത്. 1991 മുതൽ 2003 വരെയുള്ള കാലയളവിൽ CRZനെ 4 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള പ്രദേശത്തെയാണ് CRZ 1 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു മേഖലയിൽ പ്രധാനമായിട്ടും പെർമിഷൻ ലഭിക്കുന്നത് 2 കാര്യത്തിനാണ്: എക്സ്പ്ലോഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ്, എക്സ്ട്രാക്ഷൻ ഓഫ് സാൾട്ട്. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആയിട്ടുള്ള പ്രദേശത്തെയാണ് CRZ 2 ഉൾപ്പെട്ടിട്ടുള്ളത്. അതും ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ കൺസ്ട്രക്ഷൻ സാധ്യമാക്കുന്നത്. റൂറലും അർബനുമായിട്ടുള്ള പ്രദേശങ്ങളും എന്നാൽ CRZ 1 2 ഉൾപ്പെടാത്തതുമായ പ്രദേശങ്ങളാണ് CRZ 3 ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഹൗസ് കൺസ്ട്രക്ഷൻ അനുവദനീയമല്ല. ഈ ഒരു പ്രദേശം മെയിൻലി യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ, ഗാർഡൻ, പ്ലേ ഫീൽഡ് എന്നിവയ്ക്കാണ്. CRZ 1, 2, 3 എന്നിവയിൽ ഉൾപ്പെടാത്തതും അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ലക്ഷദ്വീപ്, മറ്റ് ഐലൻഡുകൾ ഉൾപ്പെടാത്തതുമായ പ്രദേശമാണ് CRZ 4 ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവിടെ സോളിഡ് വേസ്റ്റ് നിർബന്ധമായും അവോയ്ഡ് ചെയ്തിരിക്കണം.